നമസ്കാരം. ന്യൂസ് ഡെസ്ക് കേരളയിലേക്ക്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലൂടെ എന്ന ഗാന്ധിജിയുടെ സ്വപ്നം ഗ്രാമസ്വരാജിലൂടെ നടപ്പിലാക്കപ്പെടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അടക്കം വരുന്ന ഇത്തരം സ്ഥാപനങ്ങളെല്ലാം നമുക്കറിയാം പ്രാദേശികമായും സാമൂഹികമായും നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകേണ്ട പ്രാദേശിക ഭരണകൂടങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തുമെല്ലാം. കൃത്യമായി പൊതുസമൂഹത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഇത്തരം സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. മനോരോഗം വന്നാൽ പണ്ടുകാലത്തൊക്കെ ചങ്ങലയിലിടുക എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ചങ്ങലയ്ക്ക് അസുഖം വന്നാൽ എന്തു ചെയ്യും എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വേട്ടക്കാർക്കൊപ്പം നിന്നുകൊടുക്കുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയാണ് ഈ അടുത്ത കാലത്തും മുൻപുമൊക്കെ തൊടുപുഴ നഗരസഭയിൽ നമ്മൾ കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിന്റെ വേസ്റ്റ് ടാങ്കിൽ നിന്നും മാലിന്യജലം നിറഞ്ഞു കവിഞ്ഞൊഴുകി. അത് റോഡിന്റെ പല ഭാഗത്തിൽ കൂടി ഒഴുകി. സ്വാഭാവികമായും അത് തൊടുപുഴ ആറിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പകർച്ചവ്യാധിയുടെ പ്രത്യേകിച്ച് നിപ്പ പോലെയുള്ള മാരകമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ അവസ്ഥയിൽ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിന്റെ വേസ്റ്റ് ടാങ്ക് നിറഞ്ഞു ഒഴുകിയതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പണത്തിന് മുന്നിൽ ഇത്തരം മുതലാളിമാർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ കഴുകന്മാരാണ് തൊടുപുഴ നഗരസഭയിൽ നിന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഹെൽത്ത് സൂപ്രണ്ടിനെ ഫോണിലൂടെ ബന്ധപ്പെടുകയുണ്ടായി. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ലീവിലായിരുന്നതിനാൽ സൂപ്രണ്ടിന് കീഴിൽ വരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ അദ്ദേഹം തരികയുണ്ടായി. അങ്ങനെ ബിജോ എന്ന ആ ഉദ്യോഗസ്ഥനെ ഫോണിലൂടെ ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ മുതലാളിമാർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളതാണ്. ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പൊതുസമൂഹത്തോട് നീതി കാണിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഫോൺ സംഭാഷണത്തിനിടയിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്തു പോയത്. ഹലോ, നമസ്കാരം. ബിജു സാറല്ലേ? അതെല്ലോ. സാറേ, ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. നമ്മുടെ 2 ദിവസം മുമ്പ് തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിലെ ഈ വേസ്റ്റ് ടാങ്ക് കവിഞ്ഞൊഴുകിയായിരുന്നു. അപ്പൊ അതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തോന്നറിയാൻ വേണ്ടി. നോട്ടീസ് കൊടുത്തായിരുന്നു. നോട്ടീസ് കൊടുത്ത് നിങ്ങൾ നോക്കി അവരത് ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലോ. അല്ല, ക്ലിയർ ആക്കി നോട്ടീസ് കൊടുത്തു അല്ലെ? നോട്ടീസ് കൊടുത്തിട്ട് ക്ലിയർ ആക്കി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അവരെ കൊണ്ട് ചെറിയ ഫൈൻ അടപ്പിക്കും. അല്ല, എത്രയായിരിക്കും നമ്മൾ ഫൈൻ അടപ്പിക്കാൻ പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. അല്ല, എന്നാലും ഒരു നിബന്ധന ഉണ്ടല്ലോ സാധാരണ ഇങ്ങനെ ഒരു. അവർ ഓഫീസിൽ വന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥനോട് സംസാരിച്ചിട്ടാ ചെയ്യണേ. അല്ല, ഞാൻ പറഞ്ഞ മേലുദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. സാധാരണ നമ്മളൊരു തെറ്റ് കാണുമ്പോൾ അതിനൊരു നിയമത്തിന് ഒരു ഇത്ര രൂപ നടപടി ഉണ്ടല്ലോ. പറഞ്ഞേ, അവര് പെട്ടെന്ന് തന്നെ ക്വിക്ക് ആക്ഷൻ എടുത്തു. നോട്ടീസ് കൊടുത്തു. അപ്പൊ തന്നെ അത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അവര്. അല്ലെന്നേ, സ്വിച്ച് ചെറിയ കംപ്ലൈന്റ് ആയതാണ്. അല്ല സാർ, ബ്ലോക്ക് ആക്കി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇതിന്റെ വാർത്ത എടുക്കുന്ന സമയത്തിന് ശേഷമാണ് ബ്ലോക്ക് ആക്കിയത്. അതുകൊണ്ടാണല്ലോ നമുക്ക് അത്രയും വിഷ്വൽസ് കിട്ടിയത്, റോഡിലൂടെ ഒഴുകിയത്. അതിനെതിരെ എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നടപടി എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ നോട്ടീസ് കൊടുത്തു. ബാക്കി ആക്ഷൻ നമ്മുടെ മേലുദ്യോഗസ്ഥൻ വന്ന് സംസാരിച്ചിട്ട് ചെയ്യുള്ളൂ. അത് എന്നത്തേക്ക് ഉണ്ടാവും സാറേ? അത് അടുത്ത ആഴ്ചത്തേക്ക് പുള്ളി പറ്റുന്ന ലീവാണ് ആള്. അടുത്ത ആഴ്ചത്തേക്ക്. ഒരു സാധാരണക്കാരന്റെ ഒരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കൂ സാധാരണ ഈ ഒരാഴ്ച കഴിയുമ്പോൾ നടപടി? നമുക്കറിയാം, മുനിസിപ്പാലിറ്റിയുടെ ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന സ്ഥലങ്ങൾ വ്യവസായികളായ ആളുകളുമായി ഒരു ധാരണയിൽ ആയിക്കൊണ്ട് ഇന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. സമീപകാലത്ത് തൊടുപുഴയെ ഞെട്ടിച്ചുകൊണ്ട് കോഴ വിവാദവുമായി ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും വിജിലൻസ് റെയ്ഡ് ചെയ്യുകയും ചെയ്ത സംഭവം. ഏറ്റവും സങ്കടകരമായ കാര്യം, ഏറ്റവും താഴെയുള്ള പിയൂൺ മുതലുള്ള ഒരു മൊട്ടുസൂചിക്ക് പോലും കൈക്കൂലി കൊടുക്കേണ്ട ഒരു ഗതികേടാണ് ഇന്ന് സാധാരണക്കാർക്കുള്ളത്. 3, 4, 5 സെന്റിലൊക്കെ ഒരു സാധാരണക്കാരൻ ഒരു വീട് നിർമ്മിക്കാൻ തുടങ്ങിയാൽ ഒരു ടേപ്പും കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നഗരസഭയിൽ നിന്നും ചാടിയിറങ്ങി. പട്ടിണിപ്പാവങ്ങളായ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിൽ നിന്ന് പോലും കൈക്കൂലി മേടിക്കുന്ന ഒരു ദുരവസ്ഥ. ഈ കൊള്ളസംഘത്തെ ജനം ഒറ്റക്കെട്ടായി നേരിടണം എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്.